യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന കാര്യത്തിൽ ശിഷ്യന്മാർ തമ്മിൽ വാക്കുതർക്കങ്ങൾ പതിവായിരുന്നു. അവരുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഈശോ വളരെ ലളിതമായ ഒരു ഉപാധിയാണ് സ്വീകരിച്ചത്. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി ഈശോ അവരോട് പറഞ്ഞു, ഒരു ശിശുവിനെ പരിപാലിക്കുന്ന മാതാപിതാക്കൾക്ക് തുല്യനായിരിക്കണം യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും. ശിശുക്കൾ നിസ്സഹായരാണ്. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത അവർ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെയാണ് ആശ്രയിക്കുന്നത്. ഇപ്രകാരം ശിശുക്കളെ പരിപാലിക്കുന്നവർക്ക് ആ ശിശുക്കളിൽ നിന്നും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. ക്രിസ്തുവിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. സമൂഹത്തിലെ നിരാലംബരായ, ദരിദ്രരായ, രോഗികളായ, പീഡിതരായ ഓരോരുത്തരുടെയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക. അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ കഴിയുന്ന വിധത്തിലെല്ലാം ചെയ്യുക. ഇന്നത്തെ വചനഭാഗത്തിലൂടെ അധികാരത്തിന് ക്രിസ്തീയമായ നിർവചനം നൽകുകയാണ് യേശുനാഥൻ. അധികാരമെന്നതുകൊണ്ട് ലോകം വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവരെ ഭരിക്കുക അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം പുലർത്തുക എന്നൊക്കെയാണ്. എന്നാൽ യേശുവിലൂടെ ലഭ്യമാകുന്ന അധികാരം മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നതിനുള്ളതാണ്. അധികാരം ദൈവം അംഗീകരിക്കുന്ന ഒരു നന്മയാണ്. പക്ഷേ ആ നന്മ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ അധികാരം ഉപയോഗിക്കുന്ന വ്യക്തി കൽപ്പനകളും മൂല്യങ്ങളും അനുസരിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാകണം. അനുസരണം അധികാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. അധികാരത്തിന് കീഴ്പ്പെട്ടവർ അധികാരിയെ അനുസരിക്കുന്നത് പോലെ തന്നെ അധികാരിയും തൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്നവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങളും അധികാരവുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ഒന്നാമനാകണം എന്നാഗ്രഹമില്ലാത്ത ആരും തന്നെ നമ്മളിൽ ഉണ്ടാവില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള താല്പര്യമാണോ അതോ മറ്റുള്ളവരെ ഭരിക്കുക വഴി സ്വസന്തോഷമാണോ നമ്മുടെ അധികാരം വേണമെന്ന ആഗ്രഹത്തിന് പിന്നിലെ പ്രേരകശക്തി? ഈശോയെ മാതൃകയായി സ്വീകരിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവുകളും സ്ഥാനമാനങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഹൃദയലാളിത്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.